ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചിക്കൻ്റെ ഹാഫേ എടുത്തിട്ടുള്ളൂ, ഫുൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചിക്കൻ എടുക്കുക. അതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അതൊരു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ മുളക് പൊടി ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തതെന്നുള്ളേ ഉള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ അളവാണ് കേട്ടോ. ഉപ്പ് ആഡ് ചെയ്യുന്നത്, മുളക് പൊടി ആഡ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ അളവാണ്. നിങ്ങൾക്ക് എത്രയാണോ, നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് സുർക്ക ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് ഈ സുർക്ക ആഡ് ചെയ്യുന്നത്. പകരം നിങ്ങൾക്ക് ലെമൺ ഉണ്ടെങ്കിൽ ലെമൺ ആഡ് ചെയ്യാം. ഞാനിവിടെ സുർക്കയാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 20 to 25 മിനിറ്റ്സ് നമ്മൾ എന്തായാലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഈ നേരം കൊണ്ട് നമുക്ക് അരിയുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ചെറിയ അരിയാണ്, ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ്സെങ്കിലും നമ്മളത് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നേരം കൊണ്ട് നമ്മുടെ ചിക്കൻ ഏകദേശം 20 to 25 മിനിറ്റ്സ് ആയിട്ടുണ്ട് മാറ്റി വെച്ചിട്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ട് അത് വറുത്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഒരു ഫുൾ സവാള നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു പാൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. നിങ്ങൾക്കത് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം. ഈവൻ നിങ്ങൾക്കത് ഗീയിൽ വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ നോർമൽ സൺഫ്ലവർ ഓയിലാണ് ഈ സവാള നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് നമ്മൾ ബിരിയാണിയിലൊക്കെ മേലെ ഇടാൻ വേണ്ടിയിട്ട് ആദ്യമേ ഇങ്ങനെ എടുത്ത് വെക്കുന്നതെന്നുള്ളൂ. ഇതും നിങ്ങൾക്ക് എത്ര സവാളയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അതൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സവാള പറഞ്ഞ പോലെ ഡ്രൈ ചെയ്താക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്നില്ല, ഒരു ഹാഫ് വേവ് ആകുമ്പോൾ നമ്മളത് എടുക്കും കേട്ടോ. കാരണം നമ്മളിതിന് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിലെന്തായാലും കിടന്ന് നന്നായിട്ട് കുക്കാവും. അപ്പോൾ നമുക്കിതൊരു ഹാഫ് വേവ് ഒക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിലാട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് 1 സ്പൂൺ തന്നെയല്ല, നിങ്ങൾക്ക് 2 സ്പൂൺ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഞാനിത് കുറച്ചും കൂടി കഴിഞ്ഞാൽ വീണ്ടും ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ 1 സ്പൂൺ ആഡ് ചെയ്തത്. അതിനുശേഷം ഞാൻ കുറച്ച് ഗരം മസാല, അതിന് ശേഷം ഒരു ചെറിയ സവാള, ഒരു സവാളയില്ല, ഒരു ഹാഫ് സവാളയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് അരിയുന്നതിന് പകരം ഇങ്ങനെ കുറച്ച് നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് ക്യാരറ്റും കൂടെ അതിലേക്ക് അരിഞ്ഞിട്ട് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നമുക്ക് നന്നായിട്ട് കുക്കാവേണ്ട, ഒരു ഹാഫ് കുക്കാവാൻ വേണ്ടി നമുക്ക് വിടാം. ഒന്ന് ഹാഫ് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ പച്ചമുളക് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്താലും മതി, പക്ഷെ ഞാനിപ്പോൾ ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ആഡ് ചെയ്യാൻ വിചാരിച്ചു. ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% കുക്കായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കൊരു ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 2 കപ്പ് റൈസാണ്. 2 കപ്പ് റൈസിൽ നമുക്ക് 3 കപ്സ് വാട്ടറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്യാൻ വിടാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ അരി ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അരി ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇത് തിളയ്ക്കാൻ വിടണം. ഫസ്റ്റ് നമ്മളൊരു മീഡിയം ലെവലിലാണ് നമ്മൾ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. നന്നായി തിളയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. റൈസ് ഏകദേശം ഒരു 80% എങ്കിലും നമ്മൾ ഏകദേശം വെന്തിട്ട് കിട്ടും കേട്ടോ. ഫുൾ വെന്തിട്ട് കിട്ടില്ല, ഒരു 80% വേവ് ആയിട്ടാണ് നമ്മളിതങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഏകദേശം ഈ രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്.
നമുക്കിതിലേക്ക് ഒരു സ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി നമുക്ക് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായ സവാള നമ്മൾ ഓൾറെഡി ഡ്രൈ ചെയ്ത് വെച്ചിട്ട് ഒരെണ്ണമില്ല, അത് നമുക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിയില അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ നെയ്യ് നമ്മൾ ഓൾറെഡി ഫസ്റ്റിലേ നമ്മൾ 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു സ്പൂണും കൂടെ ആഡ് ചെയ്തായിരുന്നു. ഇപ്പം ഞാൻ 3rd ടൈമാണ് കേട്ടോ ജസ്റ്റ് ഈ ലാസ്റ്റിൽ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പം നല്ല നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ആവിയൊന്നും പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ മൈദ ഒട്ടിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ഇനി അടുത്ത പാൻ എടുത്തിട്ട് നമുക്ക് ഇനി നമ്മുടെ ഗ്രേവിയുടെ ഐറ്റംസൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, ഗരം മസാല ഇട്ട് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിനി അതിലോട്ട് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള ഇട്ടതിന് ശേഷം നന്നായിട്ട് സവാള ഒന്ന് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് കുറച്ച് നേരമൊക്കെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. അതിന് നമ്മൾ ഓൾറെഡി നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്യാൻ. നമ്മൾ ഓൾറെഡി ചിക്കൻ വറുക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ വറുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വഴഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നിങ്ങളുടെ അളവിന് നിങ്ങൾ എത്രയാണോ സവാള എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 2.5 ആണ് കേട്ടോ സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മല്ലിപ്പൊടി ഞാൻ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് ഇപ്പോൾ ഗ്രേവി എങ്ങനെയാണോ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു തോന്നുന്നു. ഇതിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ മുളക് പൊടി. അതിനുശേഷം നന്നായിട്ട് കുക്ക് ചെയ്യാൻ വിടാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൗഡേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരി കിട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അത്യാവശ്യം നല്ല കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ചില്ലി, മല്ലിയില, അതുപോലെ തന്നെ പുതിനയില, ഇത് 3ഉം കൂടെ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് അത് നമ്മൾ ഈ ഒരു ഗ്രേവിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചവെള്ളം ആഡ് ചെയ്യാണ്ടിരിക്കുക, ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യാം. ചൂടുവെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പം ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പുണ്ടോ നോക്കുക. അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാം. അതിനുശേഷം നമുക്കൊരു തക്കാളി ഞാൻ ആഡ് ചെയ്തിടുന്നുണ്ട്. ഒരു തക്കാളി ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു തക്കാളി ചെറുതായി പീസ് കൊടുത്തിട്ടാട്ടോ ഞാനത് ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് വിടാം. നന്നായിട്ട് വേവിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വേവിക്കുന്നേ ഉള്ളൂ കേട്ടോ തക്കാളി. അതിനുശേഷം നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യാം. ഞാനിവിടെ മിൽമയുടെ തൈരാണ് എടുത്തിട്ടുള്ളത്. അതും എൻ്റെ ഒരു അളവിനാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര ഗ്രേവിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ അതുപോലെ തന്നെ തൈര് ആഡ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം വിട്ടു, നമ്മുടെ ചിക്കൻ മസാല ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഫസ്റ്റിൽ ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പൗഡേഴ്സ് നമ്മൾ മസാലകളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അത് ആഡ് ചെയ്യുന്നുണ്ട്, ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഗരം മസാല ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ മറന്നതാണ്. ആക്ച്വലി ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ആഡ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്യാൻ വിടാം കേട്ടോ. ഇത് ഏകദേശം ഒരു 30 മിനിറ്റ്സോളം ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് എടുക്കാണ്ട് കുറച്ചധികം നേരം തന്നെ ഇത് കുക്ക് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നും കൂടെ ഈ ഗ്രേവിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചിക്കനിലോട്ടൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ചിക്കൻ അതുപോലെ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്.
നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച റൈസും അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഗ്രേവി പോലെയാണ് എടുത്തിട്ടുള്ളത്. ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കഴിക്കാൻ വേണ്ടി ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.